അപ്പോഴേ ഞാനും കുഴിമടിച്ചായി. എന്താണെന്നറിയാമോ? കല്ലേ കഴുകിക്കൊണ്ടിരുന്ന ഈ സുപ്പു കുഴിമടിച്ചെന്ന് പറഞ്ഞു ഒന്നൊന്നര കുഴിമടിച്ചായിപ്പോയി കേട്ടോ. ഇപ്പോൾ ഫുള്ള് നമ്മുടെ അമ്മനെയും കൊണ്ട് അങ്ങോട്ട് തല്ലി കൂട്ടുവാന്നേ. അവളുണ്ടോ കറണ്ട് പോകുമ്പോൾ നിൽക്കും, വീണ്ടും അവൾ പ്രവർത്തിക്കും. അങ്ങനെ നിൽക്കുകയാണ് രാവിലെ മുതലേ. രണ്ട് ട്രിപ്പായി. ഇന്നലെ ഒന്നും കഴിയില്ല കേട്ടോ. ഇപ്പം രണ്ടാമത്തെ ട്രിപ്പിലാണ് നമ്മുടെ കിടക്കുന്നത്. ഇനിയും കിടക്കുന്നു സ്റ്റോക്ക്, ഇവിടെ ഇനിയും കിടക്കുന്നു. ഇനി മൂന്നാമത്തെ ട്രിപ്പും നമ്മുടെ ഇടും കേട്ടോ. ഇന്ന് ഫുള്ള് കഴുകി മാറ്റി. ഞായറാഴ്ചയിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താ അടിയിലൊക്കെ ഇടുന്നത് നമ്മുടെ കല്ലെത്തന്നെ കഴുകുന്നത് കേട്ടോ. ബാക്കി പുറമേയുള്ള നമ്മുടെ കിടുപിടികളൊക്കെ ഞാനിപ്പോൾ അങ്ങ് മെഷീനകത്തിന് കൂട്ടം വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുഴിമടിച്ച് ആവത്തൊന്നുമില്ലായിരുന്നു പിള്ളേരെ. സത്യമായിട്ട് ഞാൻ നല്ല കുട്ടിയല്ലേ, നിങ്ങൾ കാണുന്നതല്ലേ എന്തെല്ലാം ജോലികൾ ചെയ്യും. 2 കൈയുള്ളെങ്കിലും എന്തെല്ലാം പണികൾ ഞാനിവിടെ ചെയ്യും. ലൈവിരിക്കും, വീഡിയോ എടുക്കും, ഷോർട്ട് ഇടും, പിന്നെ എല്ലാ പരിപാടികളും കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ മിടുക്കിയല്ലേ? നിങ്ങളൊന്ന് പറ, ഞാൻ മിടുക്കിയല്ലേ? നിങ്ങൾ പറയണം ഞാൻ മിടുക്കിയാണോ അല്ലയോ എന്ന്. ഇതേ മേളിലെ കഴി അവിടെ കേട്ടോ, എപ്പോഴേ കഴുകിയതാ. അപ്പോഴത് എടുത്തിടാൻ ഞാൻ വന്നതാ. കാണുന്നുണ്ടല്ലോ അല്ലേ? പറക്കി ഇടാം. അവളെപ്പോഴേ കഴിയട്ടെ അലറി വിളിച്ച് കൂകി അലച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴും നമുക്ക് കുറേശ്ശെ കേട്ടോ വീട്ടിലിടുന്ന കേട്ടോ. ഇപ്പം എന്താ വീട്ടിലിടുന്നതിനൊന്നും അഴുക്കൊന്നും ഇല്ലെന്നേ. എന്താ നമ്മൾ മുറ്റത്തും മണ്ണിനകത്തും ചേറിനകത്തും ഒന്നും നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ അല്ലേ? നമ്മളൊന്നിനകത്തും ഇറങ്ങുന്നില്ല. നമ്മളിപ്പോൾ ഡീസിൻ്റെ പിള്ളേരെ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുന്ന പിള്ളേരാണ്. ഇത് കൊച്ചിൻ്റെ മാത്രമാണ് കേട്ടോ. എൻ്റെ നൈറ്റിയൊക്കെ കിടക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പിന്ന് ഞാൻ അതാണ്, ഇത് കൊച്ചിൻ്റെ മാത്രം. അവൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അവൾ കല്ലെ തന്നെ അലക്കത്തുള്ളൂ കേട്ടോ. ഭയങ്കര ഡീസൻ്റ് ആണ് കേട്ടോ. കല്ലേ മാത്രമേ അലക്കത്തുള്ളൂ. എന്നോട് പറയാം അമ്മ വിട്ടേ, ഞാൻ കല്ല് അലക്കിക്കോളാം. ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളത് എന്ത് കാണും. അപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൈ എടുക്കും കേട്ടോ. എനിക്ക് വയ്യാത്തതുണ്ടോ, നടുവിനൊക്കെ ഭയങ്കര കുഴപ്പങ്ങളാണ്. എഞ്ചിൻ മൊത്തം മോട്ടർ ഫുള്ള് കേടാണേ. ഏതെങ്കിലും വർക്ക്ഷോപ്പിലെ കൊണ്ടുപോയി ഇനി നമുക്ക് എഞ്ചിനൊക്കെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ. കൊച്ചിൻ്റെ മാത്രമാട്ടോ ഇത്, എൻ്റേത് കഴിയില്ല. നടുവിന് ഭയങ്കര വേദനയുണ്ട്. അല്ലെങ്കിൽ ഞാനാണോ ആള്, ഞാനങ്ങനെ മെഷീനാക്കൊന്നും കഴിയത്തില്ല കേട്ടോ. ഗത്യന്തരമില്ലാത്തതുകൊണ്ട് അതെല്ലാവരും എല്ലാ വീട്ടമ്മമാരും കേട്ടോ. ആവതുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമല്ലേ, നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മളല്ലാതെ കൈയൊക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ആവതുണ്ടെങ്കിൽ ഞാൻ കല്ലിൽ തന്നെ കേട്ടാണ് കഴുകുന്നത്. നമ്മൾ നടുവിനൊക്കെ ഭയങ്കര വേദന, ആകെ കുഴപ്പങ്ങൾ തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാത്ത വയ്യാവേലി എടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും അല്ലേ? ഇഷ്ടങ്ങൾ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ, ഇഷ്ടങ്ങൾ തന്നെ. നമ്മളെ ഒന്നും ആരും പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? നമ്മളെയൊന്നും ആരും പഠിപ്പിക്കണ്ട, നമ്മളൊക്കെ അല്ലേ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഇത് ചില കള്ളികൾക്ക് അത്തരം കളിക്കും അല്ലേ? നമ്മളൊക്കെ നല്ല കുട്ടികളാണ്, ഡീസൻ്റ് അല്ലേ പിള്ളേരെ? നമ്മളൊക്കെ നല്ല ഡീസൻ്റ് പിള്ളേരാണ്. പിള്ളേർക്ക് ജോലി കിട്ടി അതിനേക്കാട്ടിൽ നമ്മൾ ഇപ്പം ഈ സമയത്തൊക്കെയാണ് പിള്ളേർക്ക് ജോലി വേണം എന്ന് പറയും. അപ്പോൾ ഈ ജോലി ആകുമ്പോൾ പിള്ളേരൊന്നും ഒന്നും ചെയ്യത്തില്ലല്ലോ. പിള്ളേരൊക്കെ അങ്ങ് രാവിലെ പോകത്തില്ല, പിന്നെ പാതിരാത്രി ആകുമ്പോഴേ കയറി വരുന്നത്. അപ്പോഴും നമ്മൾ ദേഷ്യം വരും നമുക്ക്. അവരാരും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവരും കഷ്ടപ്പെട്ടിട്ടല്ലേ വീട്ടിൽ വരുന്നതല്ലേ. വൈകിട്ടാകുമ്പോഴത്തേന് അവരും ഓരോന്ന് അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ നമുക്കപ്പോഴും അമ്മമാർക്ക് എന്താ കഷ്ടം തോന്നത്തില്ലേ? വൈകിട്ടാകുമ്പോഴേ എവിടെയെങ്കിലും വന്ന് ഇരിക്കുക കിടക്കുക കിട്ടില്ല. അന്നേരം നമുക്ക് വിഷമം വരത്തില്ല, നമ്മുടെ മക്കൾ അല്ലേ? ചില അമ്മമാരുണ്ടേ, അവൾ വന്നേ ഞാൻ കഴുകത്തുള്ളൂ അല്ലേ? നമ്മളൊന്നും അങ്ങനെ കാത്തുകെട്ടി കിടക്കത്തില്ല. അവൾക്കറിയാം കേട്ടോ, വഴക്ക് പറയും കഴിയുന്നതിന്, അല്ലാതൊക്കെ കഴിയുന്നതിന് വഴക്ക് പറയും.
അവൾക്കറിയാം എൻ്റെ വയ്യായി. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലും പറയാതിട്ടേരെ, ഞാൻ കഴിക്കോളാം അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ എൻ്റെ മാത്രമല്ല, എല്ലാ മക്കളുമാരും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവിടെ മക്കൾ അങ്ങനെയൊന്നും എല്ലാ അമ്മമാരുടെ മക്കൾ അങ്ങനെയൊക്കെ തന്നെ. അമ്മമാർക്ക് വയ്യെങ്കിൽ അവരല്ലേ ചെയ്യുന്നതല്ലേ. അതിനൊക്കെ വേണം ഒരു പറഞ്ഞു. എന്തെങ്കിലും കഴിയണം. ഇങ്ങനെ മെഷീനകത്ത് ഇടുന്ന തുണികളൊന്നും അരയ്ക്കുമെന്ന് പറയുന്നേക്കാം വെയിലത്ത്. ഞാൻ അങ്ങനെ വെയിലത്ത് ഇടത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ തന്നെ ഇത് ഉണക്കുന്നേ. ഞാൻ ഇങ്ങനെ വെയിലത്ത് ഇടുമ്പോൾ എന്താന്ന് അരയ്ക്കുമെന്ന് പറയല്ലേ. വെയിലത്തിൽ ഇവിടെ തന്നെ ഇടുന്ന ഒന്ന് കാറ്റ് കൊണ്ടാൽ മതിയല്ലേ ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങി. കഴിയിട്ടത് കുറച്ചുണ്ടായിരുന്നേ. പപ്പയുടെ കഴിയിട്ടത് കുറച്ചുണ്ടായിരുന്നേ. മോൻ്റെയും കിടക്കുന്നേ. അവന് നാളെ പോകണ്ടല്ലേ, ഹോസ്റ്റലിൽ കൊണ്ടുപോകാനുള്ളത് രാവിലെ എല്ലാം അവൻ തന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം കഴിയിട്ടുണ്ട്. അതങ്ങ് എടുക്കുമ്പോൾ അത് മെഷീനകത്തിട്ട് അഴുക്കൊന്നും ഇല്ലല്ലേ, പിള്ളേർ കോളേജിൽ കൊണ്ടുപോകണത്. അതും കൂടെ എടുത്തുകൊണ്ട് പോകാം. എത്രയാണ്? അവനങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് അടിച്ചു. ഇതെല്ലാം കുഞ്ഞിൻ്റെ ഡ്രസ്സ് കേട്ടോ, ഇതെല്ലാം മോൻ്റെ ഡ്രസ്സ്. അപ്പോൾ
അയ്യ ഞാനേ ചില സമയത്ത് ഞാൻ അവിടെ നിന്ന് താഴോട്ടെ നമ്മുടെ ടേബിളിൻ്റെ റോട്ടങ്ങ് എടുത്തിടത്തേക്ക് കേട്ടോ. എന്തോ ഇതിനകത്ത് കിടക്കുന്നേ എൻ്റെ ഈശ്വര. കഴുകി വന്നോ നൂറേടെ നോക്കറിനകത്ത് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. എവിടെ ഇതിൻ്റെ എന്തോ അല്ല ഇതിനകത്ത് എന്തോ കിടപ്പുണ്ടല്ലോ. യോ എങ്ങനെ പൈസ കണ്ടിട്ട് കഴുകി നോക്കട്ടെ എത്രയാണ്. ഇവന്റെ കുഴപ്പമില്ല കേട്ടോ. ഉണങ്ങി എന്തായാലും ബെഷന് 10-20 രൂപ കഴുകി വന്നു. എന്തൊരു മണം. നമ്മളെന്ത് ഇട്ടല്ലേ കഴുകുന്നത്. നല്ല മണം നോട്ടിന്. അത് ഉണങ്ങി കേട്ടോ. ഉണങ്ങി ഇനി വന്നു. ഞാനേ അവന്റെ പോക്കറ്റ് എന്താണ് തപ്പാനൊന്നും അങ്ങനെ കാണത്തില്ലല്ലോ. പക്ഷെ ഇനിയിപ്പോൾ അവന്റെ പോക്കറ്റും തപ്പി പറ്റത്തുള്ളൂ. അവന്റെ പോക്കറ്റ് നമുക്ക് തപ്പിയേ പറ്റത്തുള്ളല്ലേ. ഞാൻ തപ്പത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഡീസൻ്റ് ആണ് ആള്. അല്ല കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ? കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടോ? കാണുന്നു കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ അവിടെ ചുമ്മാ 2-3 ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെത്തയ്ക്കകത്ത് 3 ബെഡ്ഷീറ്റ് ഇട്ട് കൊടുത്തേക്ക്. എല്ലാം ഇന്നലെ വാരി എടുത്തോണ്ട് വന്നതാണ് കഴുകാനെ. 2-3-4 ബെഡ്ഷീറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെത്തയുടെ മേളിൽ ഇടാനെ. തോർത്ത് എല്ലാം 2-3 വീതം തലയണ ഉറ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആമ്പിള്ളേരുണ്ടല്ലോ മടക്കി വയ്ക്കത്തില്ല. നമ്മൾ മടക്കി എടുക്കുന്നതും കൂടെ ഇവന്മാര് എന്താ ഇത് നനഞ്ഞായിരുന്നോ? നമ്മൾ മടക്കി വെക്കുന്നതും കൂടെ ഇവന്മാര് ഇളക്കി മറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ആണുങ്ങളല്ലാതെ നമ്മളെത്ര നമ്മൾ മടക്കി വെച്ചാലും ഇവർക്കൊരു സ്വഭാവമാണ് ഇളക്കി മറിക്കുക എന്നുള്ളത്. എനിക്കത് ഭയങ്കര ദേഷ്യമുള്ള ഒരു പരിപാടിയാണ്. ഇളക്കി മറിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ വയ്യാതായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം മടക്കി വയ്ക്കുന്നത്. ഞാനാണെങ്കിൽ എല്ലാവരുടെയും മോളുടെ മാത്രമേ ഉള്ളൂ ഞാൻ മടക്കി കൊടുക്കാറുള്ളൂ. ബാക്കി ഇവരുടെ രണ്ടിൻ്റെ ഞാൻ മടക്കി വയ്ക്കും. അവളുടേത് മടക്കി വെച്ചോളുമല്ലോ. പക്ഷെ പപ്പയും മോനെ ഇളക്കി മറിക്കാൻ ഭയങ്കര ബിരുദന്മാരാട്ടോ. ഭയങ്കര ബിരുദന്മാരവർ. അവരെ കഴിഞ്ഞ് വേറെ ആരുമില്ല. പിള്ളേരെ വേറെ ആരുമില്ല കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ പരാതി പറച്ചിലായിരിക്കല്ലേ? ആയിരിക്കാം. ഞാൻ മാത്രമൊന്നുമല്ല. ആയിരിക്കാം. എനിക്ക് നന്നായിട്ട് അറിയാം ഇവരുടെയൊക്കെ സ്വഭാവം അല്ലേ. ഇവരെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവരെയൊക്കെ നന്നായിട്ട് നമുക്കറിയില്ലേ. ഇവരെയൊക്കെ നന്നായിട്ട് നമുക്കറിയാം. ഇവരെല്ലാം നമ്മളെ മര്യാദ പഠിപ്പിക്കാനായിട്ടാട്ടോ. മര്യാദ പഠിപ്പിക്കാനായിട്ടാണ് അല്ലേ. ഭാരമില്ലാത്ത ഇതേപോലുള്ളതാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോഴും അവന് കൊണ്ടുവരാനും സൗകര്യമാണല്ലോ. ഭാരമില്ലാത്തതാകുമ്പോഴേ എളുപ്പം ബാഗിനകത്ത് ഇട്ടുകൊണ്ട് വരാമല്ലോ. അതിൽ വേറെ 2-3 കൊണ്ടുപോയിട്ടുണ്ട്. നാളെ രാവിലെ പോകും. നാളെ ഉച്ച കഴിഞ്ഞ് ട്രെയിനൊന്നും ഇല്ലല്ലോ. അതിനു മുമ്പ് എല്ലാം കഴുകി ഉണക്കി നമ്മൾ തേച്ച് കൊടുത്തു വിടും കേട്ടോ. എല്ലാം തേച്ച് കൊടുക്കും. അവിടെ അയൺ ബോക്സ് ഒന്നും യൂസ് ചെയ്യാൻ ഒന്നുമില്ല. ഇവിടുന്ന് ഞങ്ങൾ തേച്ച് മടക്കി അങ്ങ് കൊണ്ടുപോകും. ഇനിയും കുറച്ചെല്ലാം മടക്കിയൊക്കെ വെക്കട്ടെ ഞാൻ. രാവിലെ അല്ലെങ്കിൽ തിരക്കായിരിക്കും. അവനും സമയമില്ല, നമുക്ക് ഞാൻ ചോറൊക്കെ കൊടുത്തു വിടും കേട്ടോ. രാവിലെ പോകുമ്പോൾ ചോറൊക്കെ കൊടുത്തു വിടും. എനിക്കും കഴിഞ്ഞ ആഴ്ച ഈ ബെൽറ്റ് കൊണ്ടുപോകേണ്ടത് അവിടുത്തെ ബെൽറ്റാണ്. ഇത് കൊണ്ടുപോയില്ല. പിന്നെ വേറെ വാങ്ങിച്ചു. അത് നമ്മൾ അമ്മമാരിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് പോലെ പിള്ളേരൊന്നും ശ്രദ്ധിക്കത്തില്ല. അതിന് ഇവിടെ ഇട്ടേക്കോ ഞാൻ കാണുന്ന രീതിയിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയോ മറന്നുപോയി. ഈ ആഴ്ചയെങ്കിലും കൊടുത്തു വേണ്ടി അവൻ വേറെ വാങ്ങിച്ചു. കോളേജിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ എടുത്തു കൊടുക്കട്ടെ. പിള്ളേരങ്ങ് മറന്നു പോകും. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങ് നടക്കത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ അതൊക്കെ മടക്കി വെക്കട്ടെ. മടക്കി തേച്ച് വെക്കാം. അവൻ്റെ ഡ്രസ്സെല്ലാം തേച്ച് മടക്കി വെച്ചാൽ പിന്നെ എനിക്ക് സമാധാനമുണ്ടല്ലോ. എന്നെ വിളിക്കത്തില്ലല്ലോ. പിന്നെ അല്ലേ നമ്മളെ വിളിക്കത്തില്ലല്ലോ.
നമ്മുടെ കാര്യം നമ്മളങ്ങ് ചെയ്ത് വെച്ചാലേ പിന്നെ അടിപിടിയൊന്നുമില്ലല്ലോ അവിടെ. എല്ലാം ബാഗിനകത്ത് മടക്കി വയ്ക്കും. ഇന്നേ അങ്ങ് മടക്കി വയ്ക്കും. നാളെ അപ്പോഴും വെപ്രാളം പിടിക്കണ്ടാലും അല്ലേ. ഇത് നനഞ്ഞത് കൊണ്ട് വെയിലത്തിട്ട് ഉണക്കി എല്ലാം ബാക്കിയുള്ള ഡ്രസ്സെല്ലാം തേച്ചൊക്കെ വെക്കട്ടെ കേട്ടോ. അപ്പോഴിത്രയേ ഉള്ളൂ നമ്മുടെ എൻ്റെ കുഞ്ഞു വീഡിയോ ആണേ. വേറെ ഒന്നും എടുത്തില്ല. വെയിലത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര വെയിൽ, ചൂട് കൊണ്ട് വയ്യ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാൻ നോക്കണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളാണ്. ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ ആ ലൈക്കൊക്കെ ഒന്ന് പൊട്ടിത്തരണേ കേട്ടോ പ്ലീസ്. അപ്പോഴൊക്കെ ടാറ്റാ.